ഹായ് മക്കളെ, നമസ്കാരം. എന്താണ് എല്ലാ മക്കളുടെയും വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മാത്സിലെ പുതിയ ഒരു പാഠഭാഗമാണ് നോക്കുന്നത്, ഗണിതത്തിലെ. അപ്പോൾ നമ്മൾ ഇതുവരെ ബാക്കി എല്ലാ പാഠഭാഗങ്ങളും ഇതുവരെയുള്ള പാഠഭാഗങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മക്കൾ പോയി കാണണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ പാഠഭാഗമാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? ഒന്ന് വായിച്ചേ. കൂട്ടുകൂടാം അല്ലേ? കൂട്ടുകൂടാം എന്നതാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് LP സ്കൂൾ മുത്തണിയുടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. അവിടെ ഗണിതോത്സവം നടക്കുകയാണ്. ഓക്കെ, ഗണിതോത്സവം സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഗണിതോത്സവം എന്നതാണ്. കൂട്ടുകാരെ, എല്ലാ സ്റ്റാളും കണ്ടുപോകണേ. അപ്പോൾ എന്താണ് ഗണിതോത്സവം നടക്കുമ്പോൾ നമുക്കറിയാം, സ്കൂളുകളിൽ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ സ്റ്റോളുകളും നമ്മളുടെ അടുത്ത് കണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിബിയും കൂട്ടുകാരും ഗണിതോത്സവത്തിന് എത്തിയല്ലോ. അപ്പോൾ ബിബിയും കൂട്ടുകാരുമാണ് ഗണിതോത്സവത്തിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ സ്റ്റോൾ മുതലാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോളായിട്ട് കാണാം. കൂട്ടുകാർ റെഡിയാണോ? കൂട്ടി നോക്കൂ, നിറം കൊടുക്കൂ എന്നതാണ് 1ാമത്തെ സ്റ്റോളിൽ ഉള്ളത്. പെട്ടിയിൽ നിന്ന് 2 കാർഡ് എടുക്കൂ, തുക കണക്കാക്കൂ, പൂവിന് നിറം കൊടുക്കൂ എന്നതാണ് ആദ്യത്തെ നമ്മുടെ പ്രവർത്തനമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സംഖ്യകളെ ഓരോ നമ്പർ കൊടുത്തിട്ടും അതിൻ്റെ ആകെ തുക തന്നിട്ടുണ്ട്. അത് ശരിയായ രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 1ാമത്തായിട്ട് നോക്കൂ. ആദ്യത്തേത് ഇവിടെ 60 തന്നിട്ടുള്ളത്. ഓക്കെ, 60 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 സംഖ്യകൾ കൂടെ കൂട്ടണം കൂട്ടുകാരെ? നമുക്ക് 30 കൂടെ കൂട്ടി നോക്കാം. ഓക്കെ, 30. അപ്പോൾ 30 + 30 എത്രയാണ്? 0. 3 + 3 6. അപ്പോൾ ഇവിടെ 60 കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് 1ാമത്തേത് എന്ത് എഴുതാം? 30 + 30 എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇവിടെ 60 എന്നതിന് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ പൂക്കളത്തിൽ നിറം കൊടുക്കുക. ഓക്കെ, നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നിറം കൊടുക്കണം. ഇനി അടുത്തത് നോക്കൂ. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് തന്നിട്ടുള്ളത്? അടുത്തതായിട്ട് നമുക്ക് 70 തന്നിട്ടുണ്ട് അല്ലേ? 70 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ 2 സംഖ്യകളെ കൂടെ കൂട്ടാം? നമുക്ക് സിമ്പിളായിട്ട് 30 + 40 ചെയ്ത് നോക്കാം. ഓക്കെ, 0 ആണ്. 3 + 4 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 70 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 2 സംഖ്യകൾ ഏതൊക്കെയാണ്? 30 + 40. അപ്പോൾ ഇവിടെ 70 എവിടെയാ? ഇതാണല്ലേ? അപ്പോൾ 70-ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. ഓക്കെ, അപ്പോൾ 70-നും നിറം കൊടുക്കുക. ഇനി അടുത്തതായിട്ട് 45 ആണുള്ളത്. ഓക്കെ, 45 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ 2 സംഖ്യകളെ തമ്മിൽ കൂട്ടി നോക്കണം? ഏതൊക്കെ 2 സംഖ്യകളെ നമുക്ക് കൂട്ടി നോക്കാം? നമുക്ക് സിമ്പിളായിട്ട് 40ഉം 5ഉം കൂടെ കൂട്ടി നോക്കാം. 40 + 5. അപ്പോൾ ഇവിടെ 5 വരും, 4, 45 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 1-ൽ 40 എഴുതുക, 1-ൽ 5 എഴുതുക. ഇനി ഇവിടെ 45 ഉണ്ട്. 45-ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരേ നിറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ടീച്ചർ ചെയ്ത പോലെ വ്യത്യസ്ത നിറങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് 40 നോക്കാം അല്ലേ? 40 ഏതൊക്കെ 2 സംഖ്യകളെ നമുക്ക് കൂട്ടാം? 10ഉം 30ഉം കൂടെ കൂട്ടി നോക്കാം. ഓക്കെ, 0. 3 + 1 4. അപ്പോൾ 40 കിട്ടി. അപ്പോൾ എന്ത് എഴുതാം? 30 + 10 40. നമുക്ക് 40-നും നിറം കൊടുക്കാം. ഇനി ആകെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഏതാണ്? 65 ആണ്. അപ്പോൾ 65 നമുക്ക് എങ്ങനെ കൊടുക്കാം കൂട്ടുകാരെ? 65-നെ നമുക്ക് 50ഉം അതുപോലെ തന്നെ 15ഉം കൊടുക്കാം. 50 + 15 എത്രയാണ്? 5. 5 + 1 6. 65. അപ്പോൾ 50 + 15 65. അപ്പോൾ അവസാനത്തെ പെറ്റലായിട്ടുള്ള 65-നും കൂട്ടുകാർ നിറം കൊടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ ശരിയായിട്ട് നമുക്ക് കിട്ടിയല്ലേ? അപ്പോൾ ഈ ഒരു പേജ് കഴിഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ജോഡിയാക്കാം എന്നുള്ളതാണ്. ഇവിടെ 1 + 9 എന്ന് പറയുന്നത് 10 തുക അല്ലേ? അപ്പോൾ ഈ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കി നോക്കണം. 1 + 9 10. ഇനി അടുത്ത 10 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ വേണം? നമുക്ക് ഇതേ പാറ്റേണിൽ തന്നെ പോകാം അല്ലേ? 2 + 8 എന്ന് പറയുന്നത് 10 ആണ്. 3 + 7 എന്ന് പറയുന്നത് 10 ആണ്.
4 + 6 എന്ന് പറയുന്നത് 10 5 + 5 എന്ന് പറയുന്നതും 10. ഇനി 100 കിട്ടേണ്ടത്. അപ്പോൾ 100 കിട്ടണമെങ്കിൽ ഏതൊക്കെ ചെയ്യണം നമുക്ക്? 1 + 99 ചെയ്താലും 100 കിട്ടും അല്ലേ? അതുപോലെ തന്നെ 65ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്? എന്ത് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് 100 - 65 ചെയ്ത് നോക്കുക. എത്ര ഉത്തരം കിട്ടും കൂട്ടുകാരെ? എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? 35 കിട്ടും അല്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 35 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് എത്രയാണ്? 60 + -100 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ വലിയ സംഖ്യ ആയിട്ടുള്ള 100ൽ നിന്ന് നമ്മൾ വീണ്ടും 60 കുറക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്? 30 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 30. ഇനി അടുത്തത് 70 + എത്രയാണ്? 100 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 100 - 70 എത്രയാണ്? 100 - 70 എന്ന് പറയുന്നത് 60 - 40 ആണല്ലേ? 40 എന്ന് കിട്ടും. ഇവിടെ 40 ആണ്. ഇവിടെ 100 - 70 എന്ന് പറയുന്നത് 30 ആണ്. ഇനി അടുത്തത് 45 അവിടെ ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ 100 - 45 ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 100 - 45 എന്ന് പറയുന്നത് 55 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ഇത് പൂർത്തിയാക്കേണ്ടത്. 100 തുകയായി വരുന്ന ജോഡികൾ ഇനിയുമുണ്ടല്ലോ, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താഴെ നോക്കൂ. 100 ജോഡിയായിട്ട് വരുന്ന ഒരുപാട് സംഖ്യകളുണ്ട് അല്ലേ? എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? 2 + 98. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ചു. 2 + 98 = 100. അതുപോലെ തന്നെ നമുക്ക് എഴുതാം 50 + 50 എന്ന് പറയുന്നത് 100. 75 + 25 എന്ന് പറയുന്നത് 100. അതുപോലെ 80 + 20 എന്ന് പറയുന്നത് 100. ഇതുപോലെ കുറേ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 49 + 51 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 48 + 52 എന്ന് പറയുന്നത് 100 ആണ്. 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഇവിടെ 49 48 ആയാലും അപ്പോൾ ഇവിടെ ഓരോ സംഖ്യ കൂടി വരികയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 47 + 52 എന്നുള്ളത് 53 ആക്കി എഴുതിയാലും 100 കിട്ടും. അതിനുശേഷം 46 എഴുതാം അല്ലേ? 46 + 54 എഴുതിയാൽ 100 കിട്ടും. അപ്പോൾ ഇവിടെ ഒരെണ്ണം കുറക്കുക, ഇവിടെ ഒരെണ്ണം കൂട്ടിക്കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പാറ്റേണിൽ എഴുതാൻ പറ്റുന്നതാണ്. 2 എണ്ണമാണ് ഒരു ജോഡി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ജോഡി ഇവിടെ നമ്മൾ എടുക്കുകയാണ്. 2 + 98 എന്ന് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു ജോഡി, ഇതൊരു സംഖ്യയാണ്, ഇതൊരു സംഖ്യയാണ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഒരു ജോഡിയായിട്ട് മാറുന്നത്. അപ്പോൾ 100 തുകയായി വരുന്ന ഒരു ജോഡി സംഖ്യകളാണല്ലോ 80ഉം 20ഉം എന്ന് പറയുന്നത് നമ്മൾ എഴുതിയതാണ് അല്ലേ? ഇനി 100 തുകയായി വരുന്ന എല്ലാ ജോഡികളും തമ്മിൽ ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 49 51 തന്നിട്ടുണ്ട്, 48 52 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വരക്കാം? 47 53 വരക്കാം. അതുപോലെ തന്നെ 46 54 വരക്കാം. 45 55 വരക്കാം. 44 56 വരക്കാം. 43 57 വരക്കാം. 42 58 വരക്കാം. 41 59 വരക്കാം. അപ്പോൾ ഇതേപോലെ ഇത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 1000ൻ്റെ ജോഡികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 50 + 99 എന്ന് പറയുന്നത് 1000 ആണ്. 150 + 850 എന്ന് പറയുന്നത് എത്രയാണ്? ഒന്ന് കൂട്ടി നോക്കൂ. 850 + 150 0 0 5 5 10, ബാക്കി ഒന്നിവിടെ ബാലൻസ് വരും. 8 1 9 ആയി. ഒന്നും കൂടെ കൂട്ടുമ്പോൾ 10 അഥവാ 1000 ആയി. ഓക്കെ, ഇനി അടുത്തത് 1000ൻ്റെ കൂടെ എത്രയാണ് കൂട്ടുന്നത്? 250ഉം പിന്നെ എത്ര കൂട്ടിയാലാണ് 1000 ആകുന്നത്? നമ്മൾ 1000 - 250 ചെയ്യുക. എത്ര കിട്ടും? 750 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് 750 എന്ന് വരും. ഇനി അതേപോലെ തന്നെ 650 തന്നിട്ടുണ്ട്. വേറെ എത്രയാണ് കൂട്ടേണ്ടത്? 1000 + 650 ചെയ്ത് നോക്കുക. എത്ര കിട്ടും കൂട്ടുകാരെ? 350 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 350 + 650 ആണ് 1000 എന്ന് പറയുന്നത്. ഇനി അടുത്ത് 450 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. 1000 - 450 എന്ന് പറയുന്നത് എത്രയാണ്? എത്ര കിട്ടുന്നത്? എത്രയാണ്? 550. ഓക്കെ, അപ്പോൾ 550 ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 1000 എന്ന് കിട്ടും. ഓക്കെ, കൂട്ടുകാർ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി
അടുത്തത് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൾ 1 കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സ്റ്റാൾ 2 അത് തുണിക്കടയാണ് സ്റ്റാൾ 2 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനം വാങ്ങാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ബില്ലിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങാം. 500 രൂപയാണ് നമ്മൾ തികയ്ക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചുരിദാറിന് 350 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചുരിദാർ വാങ്ങാം. ചുരിദാർ 350 രൂപ. പിന്നെ എന്ത് വാങ്ങാൻ പറ്റും, ഇനി ബാലൻസ് എന്ന് പറയുന്നത് 150 രൂപയാണുള്ളത്. കാരണം 500 ആണ് ആകെ ഉള്ളത്. 500-ൽ നിന്നും 300 പോയി 350 പോയാൽ പിന്നെ ഉള്ളത് 150 ആണ്. 150 രൂപക്ക് നമുക്കൊരു ബെഡ്ഷീറ്റ് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങുകയാണ്. ബെഡ്ഷീറ്റ് 150, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 500 ശരിയാണ്. ഇനി അടുത്തത് 500 ആണുള്ളത്. അടുത്തൊരു ബില്ലാണ് വാങ്ങുന്നത്, അഥവാ അടുത്ത 2 സാധനങ്ങൾ വാങ്ങണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു 200 രൂപയുടെ ഷർട്ട് വാങ്ങാം. ഓക്കെ, ഷർട്ട് 200. ഇനി എത്രയാണ് ബാക്കിയുള്ളത്, 500-ൽ നിന്നും 200 പോയി കഴിഞ്ഞാൽ ബാക്കി അത്രയാണ് 200, 300, 400, 500, 300 രൂപയാണുള്ളത് അല്ലേ. അപ്പോൾ ഇനി 300 രൂപ വില വരുന്ന ഒരു സാധനം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 300 രൂപയുള്ളത് എന്താണ്, ടീഷർട്ടിന് 300 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ ടീഷർട്ട് വാങ്ങാം. ടീഷർട്ടിന് 300. അപ്പോൾ ആകെ 500 രൂപ കറക്റ്റായി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കൂ, സ്റ്റാൾ 3 എത്തുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓക്കെ സ്റ്റാൾ 3 ഈ അക്കങ്ങൾ ഒരു തവണ ഉപയോഗിച്ചെഴുതാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യയോ 2 സംഖ്യകളും കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നിട്ടുള്ളത് 1, 3, 2 ഈ 3 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഏതൊക്കെ സംഖ്യകൾ എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് നമുക്ക് എഴുതാം 1, 2, 3. ഓക്കെ, 123 എന്ന് എഴുതാം. അതിനുശേഷം നമുക്ക് 1, 3, 2 132 എഴുതാം. ഇനി 1 വെച്ചിട്ട് 2 സംഖ്യകളും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ 2 വെച്ചിട്ട് എഴുതാണ്. അപ്പോൾ 2 വെച്ചിട്ട് 2, 3, 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2, 1, 3 എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ 2 വെച്ചിട്ടും കഴിഞ്ഞു. ഇനി നമ്മൾ 3 വെച്ചിട്ടാണ് 3, 1, 2. അതുപോലെ തന്നെ 3, 2, 3, 1, 2, 3, 2, 1 ഇത്രയും സംഖ്യകളാണ് ഇത് വെച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഇനി എനിക്ക് കിട്ടിയ വലിയ സംഖ്യ, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളിടത്ത് 321 എന്ന് എഴുതാം. ഇനി ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്, 123 ആണ്. ഇനി എന്താണ്, ഈ 2 സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ തുക ഏതിനും ഇടയിലാണെന്ന് നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഊഹം നിങ്ങൾക്ക് എന്താണോ ഇത് കാണുമ്പോൾ തോന്നുന്നത് അതവിടെ എഴുതി കൊടുക്കുക. ഇനി കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യ, അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടി നോക്കണം അല്ലേ. 3, 2, 1 321 പ്ലസ് 123 അല്ലേ. 3, 1, 4, 2, 2, 4, 3, 1, 4. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 444 ആണ്. ഓക്കെ, 444. ഇനി താഴെ നോക്കൂ, 2, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന വലിയ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത്, ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, 4 ആണല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 4 എഴുതി കൊടുക്കുക. അതിനേക്കാൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അതിനേക്കാൾ ചെറുത് 2 ആണ്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ആയിട്ട് വരുന്നത്. ഇനി ചെറിയ സംഖ്യ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചെറിയ സംഖ്യ ആയിട്ടുള്ള 2 എഴുതുക, പിന്നെ 3 എഴുതുക, പിന്നെ 4 എഴുതുക. ഇങ്ങനെയാണ് നമ്മളിത് എഴുതേണ്ടത്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയപ്പോൾ എത്ര സംഖ്യ കിട്ടി എന്ന് എഴുതണം. നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ തന്നെ കൂട്ടാം. 2ഉം 4ഉം കൂടെ 6 കിട്ടും, 3ഉം 3ഉം കൂടെ 6 കിട്ടും, 4ഉം 2ഉം കൂടെ 6 കിട്ടും. ഓക്കെ, ഇനി 3, 4, 5 വെച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. വലിയ സംഖ്യ എഴുതുക. നമുക്ക് ഏതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്, ഏതാ കൂട്ടുകാരെ, 5 എഴുതുക. അതിനുശേഷം 4 എഴുതുക, പിന്നെ 3 എഴുതുക. ചെറിയ സംഖ്യ എഴുതുമ്പോൾ 3, 4, 5 എന്ന് ഇങ്ങനെ എഴുതുക. രണ്ടും കൂടെ കൂട്ടി നോക്കാം. 5ഉം 3ഉം 8, 4ഉം 4ഉം 8, 5ഉം 3ഉം 8, 888 എന്ന് ഉത്തരവും കിട്ടുന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ്, ഇവിടെ അക്കങ്ങൾ എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ളതാണ് അല്ലേ. 3 അക്കങ്ങളും ശരിയായിട്ട് അഥവാ തുല്യമായിട്ടാണ് വരുന്നത്. അതേ അക്കം റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പേജിൽ കിട്ടിയ തുകയിലെ അക്കങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തെഴുതണം, 3 അക്കങ്ങളും തുല്യമാണ്. 3 അക്കങ്ങളും തുല്യമാണ്. ഓക്കെ,
ഇനി ക്രിയ ചെയ്യാതെ ഉത്തരം എഴുതൂ, കണ്ടെത്തിയ രീതി പറയൂ എന്നതാണ് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 310 + 230 എന്ന് പറയുന്നത് 540 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 317 + 230 എത്രയായിരിക്കും? ഇവിടെ 10 ആയിരുന്നു, ഇവിടെ എന്താണ് 17 ആയിട്ട് മാറിയല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ കൂടെ 7 കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 540ൻ്റെ കൂടെ 7 കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 547 എന്ന് ഉത്തരം വരും. ഇനി അടുത്തത് നോക്കൂ, 315 അപ്പോൾ നമുക്കിവിടെ 5, ഇതിൻ്റെ കൂടെ 5 കൂടിയിട്ടുള്ളത് അല്ലേ. ഇവിടെയും 1 കൂടി, അപ്പോൾ ആകെ കൂടിയിട്ടുള്ളത് 6. അപ്പോൾ 540ൻ്റെ കൂടെ നമ്മൾ 6 കൂട്ടി നോക്കുക, 546 എന്ന് ഉത്തരം കിട്ടും. ഇനി 308ഉം 232 ഇവിടെ എന്താണ് 2 കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം 2 കുറക്കുക, ഇവിടെ 2 കൂടുകയും ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് കറക്റ്റായി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 540 എന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് സ്റ്റാൾ 4ലേക്കാണ്. ഇവിടെ കൂട്ടുകൂടാം കളിക്കാം എന്നതാണ് സ്റ്റാൾ 4ൽ ഉള്ളത്. സ്വാഗതം വന്നവർക്കെല്ലാം സമ്മാനപ്പൊതിയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് സമ്മാനപ്പൊതി? കളി നോട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിബിക്കും ജെബിക്കും കിട്ടിയ നോട്ടുകളാണ് താഴെ ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കണക്കാക്കാം. ആദ്യമായിട്ട് ബിബിയുടെയാണ് നോക്കുന്നത്. 200ൻ്റെ 2 നോട്ടുകൾ കിട്ടി. ഓക്കെ, അപ്പോൾ 200 + 200 2 നോട്ടുകളാണല്ലേ. എത്രയായി? 400 ആയി അല്ലേ. അപ്പോൾ അവിടെ തുക എന്ന് പറയുന്നത് 400. ഇനി 100 രൂപയുടെ 0 ഒന്നും കിട്ടിയില്ല. 50 രൂപയുടെ 4 എണ്ണമാണ് കിട്ടിയത്. 50 50 50 50. നോക്കൂ, 50 5 5 10 10 15 20. അപ്പോൾ എത്രയായി? 200 രൂപയായി. ഇനി അടുത്തത് 20ൻ്റെ 3 നോട്ടുകളാണ് കിട്ടിയത്. 20 20 20 എത്രയായി? 60. അപ്പോൾ 60 രൂപ കിട്ടി. 10ൻ്റെ 4 നോട്ടുകളാണ്. 10ൻ്റെ 4 നോട്ടുകൾ എന്ന് പറയുന്നത് 40. ഇതെല്ലാം കൂടെ കൂട്ടുകാർ കൂട്ടി നോക്കുക. അപ്പോൾ ആദ്യം ഇവിടെ 0 വരും. അതിനുശേഷം എന്താണ് രണ്ടാമത്തേതിൽ എത്ര വരും? 0 തന്നെ വരും അല്ലേ. 6ഉം + 6ഉം 4ഉം 10. അപ്പോൾ 0 ഒരെണ്ണം ഇവിടെ കൂട്ടിയിടുക. അപ്പോൾ 4ഉം 1ഉം 5, 5ഉം 2ഉം എത്രയായി? 7. അപ്പോൾ ആകെ തുക 700 കിട്ടി. ഇനി അടുത്തത് നമുക്ക് ജെബിയുടെ നോക്കാം. ജെബിയുടേത് 200ൻ്റെ 1 കിട്ടിയില്ല. 100ൻ്റെ 2 നോട്ടുകളാണ് കിട്ടിയത്. 100 + 100 എന്ന് പറയുന്നത് 200. ഇനി അടുത്തത് 50ൻ്റെ കിട്ടിയില്ല, 20ൻ്റെയും കിട്ടിയില്ല, 10ൻ്റെ 5 നോട്ടുകൾ കിട്ടി. അപ്പോൾ 50 അതുപോലെ തന്നെ 5ൻ്റെ 2 നോട്ടുകൾ കിട്ടി. 5 + 5 എന്ന് പറയുന്നത് 10 അപ്പോൾ ആകെ എത്ര കിട്ടി? 200ഉം 250ഉം അതിൻ്റെ കൂടെ 10ഉം 260 രൂപയാണ് ജെബിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് ബിബിക്ക് കിട്ടിയതും ജെബിക്ക് കിട്ടിയതും എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കൂട്ടുകാരെ? നമ്മൾ പറഞ്ഞു ബിബിക്ക് കിട്ടിയത് 700 രൂപയും ജെബിക്ക് കിട്ടിയത് 260 രൂപയുമാണ്. ഇനി ഇത് രണ്ടും കൂടെ ആകെ എത്രയാണ്? 700 + 260 ചെയ്തു നോക്കണം. അപ്പോൾ 0 വരും, അതുപോലെ 6 വരും, അതുപോലെ 7ഉം 8ഉം 9 അല്ലേ. അപ്പോൾ 960 ആകെ കിട്ടിയിട്ടുള്ളത്. 960. ഇനി 1000 രൂപയാകുവാൻ ഇനി എത്രയാണ് വേണ്ടത്? 960 കഴിഞ്ഞ് 970, 980, 990, 1000. എത്രയാണ് വേണ്ടത്? 40 രൂപയാണ് വേണ്ടത്. ഓക്കെ, 40. നിങ്ങളും കളിക്കൂ, പട്ടികപ്പെടുത്തി തുക കണക്കാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള കളികൾ നിങ്ങളും ചെയ്തു നോക്കുക. രണ്ടുപേരുടെയും കൂടി തുക 1000 ആകുവാൻ 50 രൂപ വരെ സ്റ്റാളിൽ നിന്നും ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് 40 രൂപ ലഭിച്ചാൽ മതി. അപ്പോൾ അവർക്ക് 1000 രൂപ തികക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് 5ാമത്തെ സ്റ്റോളിലേക്കാണ്. കളിക്കാം രസിക്കാം. ഇവിടെ 2 തവണ ടോക്കൺ എറിയൂ, കിട്ടിയ സംഖ്യയുടെ തുക കണക്കാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യ ടോക്കൺ എറിഞ്ഞപ്പോൾ ബിബിക്കും ജെബിക്കും ഒരേ സംഖ്യകളാണ് കിട്ടിയത്. രണ്ടുപേരും ഉത്തരം കണ്ടുപിടിച്ച രീതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയ സംഖ്യ 237ഉം 146ഉമാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് കിട്ടിയ തുക എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് എന്നതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. 237 + 400 146 ആണല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ 200ൽ നിന്നും ഈ 200ഉം അതുപോലെ 100ൽ നിന്നും അല്ലേ, 200നെ അവരെങ്ങനെ എഴുതി? 200
30 7 എന്നാക്കി എഴുതി. ഇനി 146 എഴുതിയിട്ടുള്ളത് 100 40 6 എന്ന് എഴുതി അല്ലേ. പിന്നെ അവർ ചെയ്തിട്ടുള്ളത് 200 എഴുതി, അതിനുശേഷം ഈ 100ഉം കൂടെ കൂട്ടി അല്ലേ, 200 + 100, അതിനുശേഷം 10കൾ ഒരുമിച്ച് എഴുതി, 30ഉം 40ഉം കൂടെ ഒരുമിച്ച് എഴുതി, അതിനുശേഷം 7ഉം 6ഉം കൂടെ ഒരുമിച്ച് എഴുതി. ഇനി എന്താണ്, സിമ്പിളായിട്ട് 200 + 100 ചെയ്യാം, അപ്പോൾ 300 കിട്ടും. 30 + 40 ചെയ്യുമ്പോൾ 70 കിട്ടും. 7 + 6 ചെയ്യുമ്പോൾ 13 കിട്ടും. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം, 70ഉം 13ഉം കൂടെ കൂട്ടി നോക്കുക, അപ്പോൾ 83 കിട്ടും. അത് 300ൻ്റെ കൂടെ കൂട്ടുക, അങ്ങനെ 383 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. ഇനി ജെബിയുടെ രീതി എന്ന് പറയുന്നത്, ജെബി എന്താ ചെയ്തത്, 237 എന്നതിനെ 230ഉം 7ഉം ആക്കി എഴുതി, 146നെ 140ഉം 6ഉം ആക്കി എഴുതി. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 7ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 13 കിട്ടും. 230ഉം 140ഉം കൂടെ കൂട്ടുമ്പോൾ 370 കിട്ടും. ഇനി ഈ 370ഉം 13ഉം കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂട്ടാം. അപ്പം 383 എന്നുള്ള ഫൈനൽ ഉത്തരവും കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടും ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, 100കൾ 10കൾ 1കൾ എന്നുള്ളതാണ്. ഓക്കെ, 100കളും 10കളും 1കളുമാണ്. ഇവിടെ എന്താണ്, 7ഉം 6ഉം കൂട്ടിയപ്പോൾ 13 കിട്ടി അല്ലേ. 13ലെ 10കളുടെ സ്ഥാനത്തേക്ക് മാറ്റുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ തന്നത്. 237 + 146, അതിനെ എന്ത് ചെയ്തു, 13നെ ഇവിടെ വെച്ച് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 383 എന്നാക്കി. ഇനി 237നോട് 146 കൂട്ടിയാൽ 383 കിട്ടും. ഇനി 236നോട് 148 കൂട്ടിയാൽ എത്ര കിട്ടുമെന്നായി എന്ന് മണക്കണക്കായിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ആയിരിക്കും കൂട്ടുകാരെ കിട്ടുന്നുണ്ടായിരിക്കുക? എത്രയാണ് സംഖ്യ? 236ഉം 148ഉമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് 383 ആണ്. ഇവിടെ 237 ആയിരുന്നു, അത് ഇവിടെ 236 ആയിട്ട് വന്നു. അപ്പോൾ അവിടെ 1 കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 146 ആണ്, ഇവിടെയോ 148 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, 2 കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, 1 കൂടുതലാണ് അല്ലേ, 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 383ൻ്റെ കൂടെ 1 കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടുകാരെ, ഈ 383ൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടിയാൽ മതി അല്ലേ, ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? 384 എന്ന് ഉത്തരം കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. എന്ത് ചെയ്യാം, നമുക്കിതെല്ലാം കൂടെ കൂട്ടി നോക്കാം അല്ലേ. 236ഉം 148ഉമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 230ഉം അതിൻ്റെ കൂടെ 140ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ്, 3ഉം 4ഉം 7 വരും, 2ഉം 3ഉം 370 വരെ അല്ലേ. പിന്നെ 6 ഉള്ളത്, പിന്നെ ഉള്ളത് 6ഉം 8ഉമാണ് അല്ലേ. 6ഉം 8ഉം കൂടെ എത്രയാണ്, 14ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 14 കൂട്ടി നോക്കുക, എത്രയായിരിക്കും, 4, 7ഉം 1ഉം 8, 3 384. അപ്പോൾ നമുക്ക് 384 എന്ന് ഈസി ആയിട്ട് ഉത്തരം കിട്ടി. അപ്പോൾ ഇതുപോലെയും കൂട്ടുകാർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മിൻഹക്ക് കിട്ടിയ സംഖ്യകൾ 536, 325 എന്നിവയാണ്. തുക കണക്കാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നോക്കിയത്, 536ലെ 500 30 6 എന്നാക്കി മാറ്റി. അതുപോലെ 325നെ 300 20 5 എന്നാക്കി മാറ്റി. എന്നിട്ട് ആദ്യം ചെയ്തത് 500ഉം 300ഉം കൂടെ കൂട്ടി, അപ്പോൾ 800 കിട്ടി. 30ഉം 20ഉം കൂടെ കൂട്ടിയപ്പോൾ 50 കിട്ടി. 6ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 11 കിട്ടി. എന്നിട്ട് പിന്നെ ചെയ്തത് എന്തായിരിക്കും, പിന്നെ ചെയ്തത് 800ഉം 50ഉം കൂടെ കൂട്ടി, അപ്പോൾ 850, അതിൻ്റെ കൂടെ 11ഉം കൂടെ കൂട്ടിപ്പോൾ 861 എന്ന് ഉത്തരം കിട്ടും. ഇനി അതല്ലാതെ ഇതേപോലെ തന്നെ മറ്റൊരു വേ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതേപോലെയും കൂട്ടുകാർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കും ടോക്കൺ എറിഞ്ഞു കളിക്കാം. ഒരാൾക്ക് 2 തവണ എറിയാം. ഓരോ തവണ കിട്ടിയ സംഖ്യകളുടെ തുക കണക്കാക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 സംഖ്യകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സംഖ്യ ടീച്ചർ പറഞ്ഞു തരാം, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കാം. ഒന്നെടുക്കുന്നത് 145ഉം അതുപോലെ തന്നെ 148ഉം കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ. ഇനി ഇതെങ്ങനെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും, നമുക്ക് 100 അല്ലേ, 100 + 40 + 5 അല്ലേ, അതാണ് 145 എന്ന് പറഞ്ഞാൽ. പിന്നെ 148 ആണ്. അപ്പോൾ നമ്മൾ 100 + 40
പ്ലസ് 8 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 100ഉം കൂടെ എഴുതാം. അപ്പോൾ 200 പ്ലസ് 40ഉം 40ഉം കൂടെ 80 പ്ലസ് ഇനി എത്രയാണുള്ളത്, 5ഉം 8ഉം കൂടെയാണ് അല്ലേ, 5ഉം 8ഉം കൂടെ 13. ഇനി എന്ത് ചെയ്യാം, 200ഉം 80ഉം കൂടെ ആകുമ്പോൾ 280 പ്ലസ് 13 ചെയ്യാം. 280ൻ്റെ കൂടെ 13 കൂട്ടിയാൽ 293 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെയും ഏതെങ്കിലും 2 സംഖ്യ എടുത്തിട്ട് ഇതേപോലെ ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വമ്പനെ കണ്ടെത്തൂ എന്നുള്ളതാണ്. 164 എങ്ങനെയാണ് കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 164 എങ്ങനെയാണ് കിട്ടിയത് നോക്കണം. ഇതാണ് 164 അല്ലേ. ഇത് കിട്ടിയിട്ടുള്ളത് ഈ 2 സംഖ്യകളും കൂടെ കൂട്ടിയതാണ്. അഥവാ 99ൻ്റെ കൂടെ 65 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 164. നമുക്ക് ശരിയാണോ നോക്കാം. 9ഉം 5ഉം എത്ര, 14. അപ്പോൾ 4 എഴുതുക, 1 മേലിട്ട് കൊടുക്കുക. 10ഉം 9ഉം 1ഉം 10, 10ഉം 6ഉം 16. അപ്പോൾ 164 ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഇത് എത്രയാണ്, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 സംഖ്യകളെ കൂട്ടി നോക്കണം. അഥവാ 199ൻ്റെ കൂടെ 146 നമ്മൾ കൂട്ടി നോക്കുക. 9ഉം 6ഉം എത്രയാണ്, 9ഉം 6ഉം 15. അപ്പോൾ 5 ഇട്ട് കൊടുക്കുക, ബാക്കി 1 ബാലൻസ് മുകളിലിട്ട് കൊടുക്കുക. 9ഉം 1ഉം 10, 10ഉം 4ഉം 14. ബാക്കി 1 വീണ്ടും 1 ബാലൻസ് ഉണ്ട്. അപ്പോൾ 1 2 3 345 എന്നത് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്തത് ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 146ൻ്റെ കൂടെ ഏത് കൂട്ടി നോക്കണം, 99 കൂട്ടി നോക്കണം. നമുക്ക് കൂട്ടി നോക്കാം. 9ഉം 6ഉം എത്രയാണ്, 15. 5 എഴുതുക, ബാക്കി 1 മുകളിലിട്ട് കൊടുക്കുക. 4ഉം 5ഉം 4ഉം 1ഉം 5, 5ഉം 9ഉം എത്രയാണ്, 5ഉം 9ഉം 14. 4 ഇട്ട് കൊടുക്കുക, വീണ്ടും 1 ബാലൻസ് 1 മുകളിലിട്ട് കൊടുക്കുക. 1ഉം 1ഉം 2. ഉത്തരം എന്ന് പറയുന്നത് 245 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതാണ്. ഇത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 245ൻ്റെ കൂടെ നമ്മൾ 164 കൂട്ടി നോക്കുക. 5ഉം 4ഉം 9, 6ഉം 4ഉം 10. അപ്പോൾ ബാക്കി 1 ഉണ്ട്, അത് മുകളിലിട്ട് കൊടുക്കുക. 2ഉം 1ഉം 3, 3ഉം 1ഉം 4. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 409 എന്ന് കിട്ടും. ഇനി അടുത്തത് ഏതാണ് കൂട്ടുകാരെ, അടുത്തതായിട്ടുള്ളത് ഇതാണല്ലേ. അപ്പോൾ ഇതിന് 590ഉം 409ഉം കൂടെയാണ് നമ്മൾ കൂട്ടി നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 590 പ്ലസ് 409. ഇവിടെ 9 വരും, അടുത്തത് 9 വരും. 5ഉം 4ഉം 9. അപ്പോൾ 999 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ 999 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ കാണേണ്ടത്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1 തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അടുത്തത് 199നോട് 1 കൂട്ടിയാൽ വമ്പന് വരുന്ന മാറ്റം എന്താണ്, ക്രിയ ചെയ്യാതെ പറയണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 199ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്താ ഉണ്ടാവുക, 200 മാറും അല്ലേ, 200 മാറും. ഇനി 146നോട് 1 കൂട്ടി നോക്കൂ. എത്രയാണ്, 146നോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ 1 വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 199നോട് 1 കൂട്ടുമ്പോഴും അതുപോലെ 146നോട് 1 കൂട്ടുമ്പോഴും ഒക്കെ അതിൻ്റെ സ്ഥാനം മാറുകയാണ് സംഭവിക്കുന്നത്. ഇനി 199നോട് 2 കൂട്ടി നോക്കുമ്പോൾ വമ്പൻ്റെ സ്ഥാനത്ത് സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് കാണാം. താഴെയുള്ള 4 സംഖ്യകളോടും 1 വീതം കൂട്ടിയാൽ വമ്പന് എത്ര കൂടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ 6ാമത്തെ സ്റ്റാളിലേക്ക് കിടക്കുകയാണ്. സംഖ്യകളുടെ അത്ഭുത ലോകം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആദ്യ വരിയിൽ സംഖ്യകൾ കൂട്ടി നോക്കൂ. അതേ തുക കിട്ടുന്ന രീതിയിൽ മറ്റു കളങ്ങൾ പൂർത്തിയാക്കൂ. ഓരോ നിരയിലെയും 3 സംഖ്യകൾ കൂട്ടി നോക്കൂ. കോണോട് കോണുള്ള 3 സംഖ്യകളും കൂട്ടൂ. തുകയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇത് തമ്മിലുള്ള ബന്ധം ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. 8ഉം 1ഉം എത്രയാണ്, 9. 9ഉം 6ഉം എത്രയാണ് കൂട്ടുകാരെ, 15 ഓക്കെ, 15. അപ്പോൾ ഇതേ ബന്ധത്തിലായിരിക്കണം നമ്മൾ ബാക്കിയുള്ളത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. 8ഉം 3ഉം എത്രയാണ്, 8ഉം 3ഉം 11 ആയല്ലേ. ഇനി 15 ആവാൻ എത്ര കൂടെ വേണം, നമുക്ക് എത്ര കൂടെ വേണം, നമുക്ക് 4 കൂടെ വേണം അല്ലേ. അപ്പോൾ അവിടെ 4 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് എത്രയായി, ഇത് മൊത്തം 15 ഇനി 4ഉം 9ഉം കൂടെ എത്രയായി കൂട്ടുകാരെ, 4ഉം 9ഉം 13 13 2ഉം 15 അപ്പോൾ ഇതും മൊത്തം 15 ഇനി നമുക്ക് ഇവിടെ 1 മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് 3ഉം 7ഉം തന്നിട്ടുണ്ട്. 3ഉം 7ഉം എത്രയാണ്, 7ഉം 3ഉം എത്രയായി,
10 ആയി അല്ലേ. ഇനി ബാക്കിയുള്ളത് 5 ആണ്. അപ്പോൾ ഇവിടെ 5 എഴുതി നോക്കുക. അപ്പോൾ ഇവിടെ മൊത്തം 15 ആയി. ഇനി ഇത് ഇങ്ങനെ നോക്കുമ്പോഴും 15 ആയിരിക്കണം. അപ്പോൾ അതും കൂട്ടുകാർ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതും 15 ആയിട്ട് കിട്ടും. ഇങ്ങനെ കോൺ നോക്കുമ്പോഴും 15 എന്ന് ഉത്തരം കിട്ടുന്നതാണ്. ഇനി അടുത്തത് ഇതാണ് മാന്ത്രിക ചതുരം. ചതുരങ്ങളിലെ സംഖ്യകൾ വരിയായും നിരയായും കോണോട് കോൺ കൂട്ടിയാലും ഒരേ തുക കിട്ടും. അത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി 23 മുതൽ 31 വരെയുള്ള സംഖ്യകൾ എഴുതി മാന്ത്രിക ചതുരം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആകെ എത്രയാണ് ഇപ്പോൾ തുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 26, 31, 24 ഉള്ളത്. അപ്പോൾ ആദ്യം അത് എത്രയാണെന്ന് നോക്കണം. എത്രയാണ് 26, 31 കൂടെ കൂട്ടുമ്പോൾ 57 എന്ന് കിട്ടും. ഓക്കെ, ഇനി 57ൻ്റെ കൂടെ നമുക്ക് എന്ത് കൂട്ടണം? 24 കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ 24 കൂടെ കൂട്ടുമ്പോൾ 81 എന്ന് കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള തുക എന്ന് പറയുന്നത് 81 ആണ്. ഇനി ഇതേപോലെ ആയിരിക്കണം ഓരോന്നും 81 തുകയായിട്ട് വരണം. ഇനി 26ഉം 25ഉം ഉണ്ട് അല്ലേ. നമുക്ക് കൂട്ടി നോക്കാം. 26 + 25 എത്രയാണ്? 26ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ 51 ആണ്. 51. ഓക്കെ, ഇനി നമുക്ക് ആകെ കിട്ടുന്നത് 81 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 81 - 51 ചെയ്യണം. എത്രയാണ്? 81 - 51 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെ ആകുമ്പോൾ ഇത് മൊത്തം 81 കിട്ടും. ഇനി അടുത്തത് നോക്കേണ്ടത് ഇവിടെ 30ഉം കിട്ടി, ഇവിടെ 23ഉം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 30 + 23 ചെയ്ത് നോക്കുക. എത്രയാണ്? 53 ആണ്. ഇനി ചെയ്യേണ്ടത് 81 - 53 എത്രയാണ്? 81ൽ നിന്നും 53 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 28 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 28 ആണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ 23 ഉണ്ട്, ഇവിടെ 31 ഉണ്ട് അല്ലേ. ഇവിടെ 31 ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 31 + 23 ചെയ്ത് നോക്കുക. എത്രയാണ്? ഇവിടെ 4 വരും, ഇവിടെ 5 വരും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 54. ഇനി ചെയ്യേണ്ടത് 81 - 54 ചെയ്ത് നോക്കുക. എത്രയാണ്? 81ൽ നിന്നും 54 കുറച്ചാൽ 27. അപ്പോൾ ഇവിടെ നടുവത്തെ 27 ആയിട്ട് വരും. ഇനി അതേപോലെ തന്നെ 28ഉം 24ഉം കൂടെ കൂട്ടി നോക്കുക. 28ഉം 24ഉം കൂടെ കൂട്ടി നോക്കുക. എത്രയാണ്? 28ഉം 24ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 52 എന്ന് ഉത്തരം കിട്ടും. 52. ഇനി 81ൽ നിന്നും 52 നമ്മൾ കുറച്ച് നോക്കുക. എത്രയാണ്? എത്രയാണ് കൂട്ടുകാരെ? 81ൽ നിന്നും 52 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 29 എന്ന് ഉത്തരം കിട്ടും. 29 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും 81 തുകയായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നിയത് എന്ന് ചോദിച്ചിട്ട് ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്നും ചെയ്തു നോക്കാം. ഇവിടെ 26 + 31 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 6ഉം 1ഉം എത്രയാണ്? 7. ഇനി 2ഉം 3ഉം 5, 57 എന്ന് ഉത്തരം കിട്ടി. അതിൻ്റെ കൂടെ 24 കൂട്ടി നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7ഉം 4ഉം എത്രയാണ്? 7ഉം 4ഉം 11. അപ്പോൾ 1 ബാലൻസ് ഉണ്ടാവും. അത് ഇതിൻ്റെ കൂടെ വീണ്ടും കൂട്ടുക. അപ്പോൾ 5ൻ്റെ കൂടെ 6 വരും. 6ഉം 2ഉം 8, 81 നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 6ഉം 1ഉം 7, 7ഉം 4ഉം അങ്ങനെയും കൂട്ടി നോക്കാവുന്നതാണ്. അപ്പോഴും ഉത്തരം 81 തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഓരോ ജോഡിയിലെയും വലിയ തുക ഏതെന്ന് ചങ്ങാതിയോട് പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 ജോഡികളാണുള്ളത്. ഒന്നാമത്തെ ജോഡിയിൽ 56 + 75 എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് ആദ്യം നോക്കണം. അപ്പോൾ ഒന്ന് നോക്കാം. 56 + 75 ആണല്ലേ. എത്രയാണ് കൂട്ടുകാരെ? 56 + 75 എന്ന് പറയുന്നത് 131 ആണ്. ഇനി അടുത്തത് 65 + 57 എത്രയാണെന്ന് നോക്കണം. ഓക്കെ, 65 + 57 എത്രയാണ്? 122 ആണ്. 122. ഇനി ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ 64 + 58 ചെയ്ത് നോക്കുക. എത്രയാണ്? 122 എന്ന് ഉത്തരം കിട്ടും. അത് കഴിഞ്ഞാൽ 46 + 85 ചെയ്ത് നോക്കുക. അപ്പോൾ 131 ഉത്തരം കിട്ടും. അപ്പോൾ ഇതിലെ വലുത് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടും ഒരേപോലെയാണ്, ഒന്നും വലുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
ഇനി അടുത്തതായിട്ട് നമുക്ക് തണ്ണീർ പന്തലാണ് നോക്കാനുള്ളത്. ഇതിൽ ഗണിതോത്സവത്തിന് 4 ദിവസങ്ങളിലായി വിതരണം ചെയ്ത കുടിവെള്ളത്തിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1-2 ദിവസങ്ങളിൽ ആകെ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, എന്ത് ചെയ്യണം? ഇതിൽ ഒന്നാമത്തെ ദിവസം കൊടുത്തിട്ടുള്ളത് 437 ആണല്ലേ, 437 ആണ്, 437. രണ്ടാമത്തെ ദിവസം കൊടുത്തത് 524. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 961 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 961 ലിറ്ററാണ് 2 ദിവസവും കൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി 3-4 ദിവസങ്ങളിലായി കൊടുത്ത വെള്ളത്തിൻ്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ ദിവസം കൊടുത്തിട്ടുള്ളത് 581, നാലാമത്തെ ദിവസം 448. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. 8 1 9. അതുപോലെ തന്നെ 8 4 എത്രയാണ്? 12. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ബാക്കി 1 ഉണ്ട്. 5 6 6 4 10. അപ്പോൾ എത്രയാണ്? 1029 ലിറ്ററാണ് രണ്ടാമത്തെ ദിവസം ചിലവായിട്ടുള്ളത്. ഇനി 4 ദിവസം കൂടി എത്ര ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് 4ഉം കൂടെ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. 1 2 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 961 ആണ്. അതുപോലെ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്രയായിരിക്കും വരുന്നത്? 1990 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 ദിവസവും 4 ദിവസവും കൂടി ഉപയോഗിച്ചിട്ടുള്ളത് 1990 ലിറ്ററാണ്. ഓക്കെ, ഇനി കതിരണി സ്കൂളിൽ നിന്നും ഗണിതോത്സവ പ്രദർശനം കാണാൻ 281 കുട്ടികളും അരണി സ്കൂളിൽ നിന്നും 348 കുട്ടികളും എത്തി. ആകെ എത്ര പേരാണ് പ്രദർശനത്തിന് എത്തിയത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 348 അതുപോലെ 281 കൂടെ കൂട്ടി നോക്കുക. എത്രയായിരിക്കും? 8 1 9, 4 8 4 എത്രയാണ്? 4ഉം 8ഉം കൂടെ 12 വരും അല്ലേ. അപ്പോൾ 2 ഇട്ട് കൊടുക്കുക. ബാക്കി 1 ബാലൻസ്. 3ഉം 4ഉം 4ഉം 2ഉം 6. അപ്പോൾ ആകെ എത്രയാണ്? 629 കുട്ടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ മനക്കണക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് 440, 520, 580, 450 ലിറ്റർ വീതമായിരുന്നെങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരുമായിരുന്നു മനക്കണക്കായിട്ട് ചെയ്യാനാണ്. അപ്പോൾ 440 അല്ലേ. 440ൻ്റെ കൂടെ എന്ത് കൂട്ടണം നമ്മൾ? നമ്മൾ കൂട്ടേണ്ടത് 520 കൂട്ടി നോക്കണം അല്ലേ. 520. അതിൻ്റെ കൂടെയോ പിന്നെ നമ്മൾ കൂട്ടേണ്ടത് 580 ആണ്. പിന്നെ 450 ആണ്. അപ്പോൾ ആകെ എന്ന് പറയുന്നത് 1990 എന്ന് വരുന്നതാണ്. ഓക്കെ, നമുക്ക് 400 500 അങ്ങനെ വെച്ച് മനക്കണക്കായിട്ട് ഈസി ആയിട്ട് കൂട്ടി നോക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് സ്റ്റാൾ 7 ആണ്. 7ാമത്തെ സ്റ്റാളിൽ പാറ്റേണുകളുടെ ലോകം എന്നുള്ളതാണ് 7ാമത്തെ സ്റ്റാളിൽ നമ്മൾ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രദർശന ഹാളിൻ്റെ ചുവരിൽ നിങ്ങൾക്കും പാറ്റേണുകൾ എഴുതാം. അപ്പോൾ ഇവിടെ പാറ്റേൺ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പൂർത്തിയാക്കണം. അപ്പോൾ നമുക്കിത് എഴുതി നോക്കാം. ഒന്നാമത്തേത് 111 + 111 എന്ന് പറയുന്നത് എത്രയാണ്? 222 ആണ്. ഇനി 222 + 222 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൽ ഫുള്ള് 2 ആണല്ലേ. അപ്പോൾ നമുക്ക് 2 2 കൂട്ടുമ്പോൾ നമുക്കറിയാം 4 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 444 ആണ്. ഇനി അടുത്ത പാറ്റേൺ എത്രയായിരിക്കും? 1 2 കഴിഞ്ഞു. അടുത്തത് 3 ആണല്ലേ. അപ്പോൾ 333 + 333. 3 3 കൂട്ടുമ്പോൾ 6 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 666. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് 444 ആണ്. 444 + 444 എന്ന് പറയുന്നത് എത്രയാണ്? 888 ആണ്. ഇനി അടുത്തത് 555 ആണ്. 555 + 555 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 5 5 10 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് 1110 എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 666 ആണ്. 666 + 666 എന്ന് പറയുന്നത് 6 കൂട്ടുമ്പോൾ 12 ആണ് വരുന്നത്. അപ്പോൾ ചില കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുക. ഉത്തരമായിട്ട് വരുന്നത് 1332 ആണ്. ഇനി അടുത്തത് 777 + 777 വരും. അത് 1554 ഉത്തരമായിട്ട് വരും. ഇനി അടുത്തത് 888 ആണ്.
888 പ്ലസ് 888 എന്ന് പറയുന്നത് 1776 എന്ന് വരും. ഇനി ഇവിടെ അടുത്തത് തന്നിട്ടുണ്ട് 999 പ്ലസ് 999 എന്ന് പറയുന്നത് 1998 ആണ്. അപ്പോൾ കൺഫ്യൂഷൻസ് ഉള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ അടുത്ത പാറ്റേൺ ഉണ്ട്. 100 പ്ലസ് 10 പ്ലസ് 1 എന്ന് പറയുന്നത് 111 ആണ്. 200 പ്ലസ് 20 പ്ലസ് 2 എന്ന് പറയുന്നത് 222 ആണ്. അടുത്തത് 333 കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 333 എന്ന് പറയുന്നത് 300 പ്ലസ് 30 പ്ലസ് 3 ആണ്. അടുത്തത് 444 കിട്ടണം. 400 പ്ലസ് എത്രയാണ്? 40 പ്ലസ് 4 ആണ്. അടുത്തത് 555 കിട്ടണം. 500 പ്ലസ് 50 പ്ലസ് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി പോവാം. 333, 444, 555. അടുത്തത് 666 കിട്ടണം. 600 പ്ലസ് 60 പ്ലസ് 6 ആണ് എന്ത് പറയുന്നത്? 666 എന്ന് പറയുന്നത്. അടുത്തത് 777 ആണ്. 700 പ്ലസ് 70 പ്ലസ് 7 പ്ലസ് ആണ് 777 എന്ന് പറയുന്നത്. അടുത്തത് 888 കിട്ടണം. 800 പ്ലസ് 80 പ്ലസ് 8 ആണ് 888 എന്ന് പറയുന്നത്. അടുത്തത് 999 കിട്ടണം. 900 പ്ലസ് എത്രയാണ്? 90 പ്ലസ് 9 ആണ് 999 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെയാണ് കൂട്ടുകാർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് താഴേക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കിയ പാറ്റേൺ എന്നതാണ്. ഇതേപോലെ നമുക്കും ഒരു പാറ്റേൺ ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെ എഴുതാം നമുക്ക്? 100 പ്ലസ് 11. ഓക്കെ, 100 പ്ലസ് 11 എന്ന് പറയുന്നത് 111 ആണ്. 200 പ്ലസ് 22 എന്ന് പറയുന്നത് 222 ആണ്. 300 പ്ലസ് 33 എന്ന് പറയുന്നത് 333 ആണ്. 400 പ്ലസ് 44 എന്ന് പറയുന്നത് 444 ആണ്. 500 പ്ലസ് 55 എന്ന് പറയുന്നത് 555 ആണ്. അപ്പോൾ ഇതേപോലെ പാറ്റേൺ നമുക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇത് എഴുതാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള പാറ്റേണുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പച്ചത്തുരുത്ത് എന്നുള്ളതാണ്. ഗണിത പ്രദർശനം കാണാനെത്തുന്ന എല്ലാവർക്കും ഫലവൃക്ഷത്തൈ കൊടുക്കുന്നുണ്ട്. നടാൻ പരിപാലിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ വൃക്ഷത്തൈയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാം ദിവസം കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ദിവസം നെല്ലി. ഓക്കെ, നെല്ലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലി കൊടുത്ത എത്രയാണ്? മാവ് കൊടുത്തത്. പ്ലാവ് എത്രയാണ് കൊടുത്തത്? പേര എത്രയാണ് കൊടുത്തത് എന്നതാണ് തന്നിട്ടുള്ളത്. ഒന്നാം ദിവസത്തെയും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാം ദിവസത്തെയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഒക്കെ ഒന്ന് കൂട്ടി നോക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് 238ഉം 241 കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 238 പ്ലസ് 241 കൂട്ടി നോക്കുകയാണ്. 8ഉം 1ഉം 9, 3ഉം 4ഉം 7, അതുപോലെ തന്നെ 2ഉം 2ഉം 4. അപ്പോൾ എത്രയാണ്? 479 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം 479. ഇനി അടുത്തത് മാവാണ് നോക്കുന്നത്. മാവ് 138 ഒന്നാം ദിവസവും 152 രണ്ടാം ദിവസവുമാണ് ഉണ്ടായത്. 8ഉം 2ഉം 10, ബാക്കി 1 ഇവിടെ ഇട്ട് കൊടുക്കാം. 3ഉം 1ഉം 4, 4ഉം 5ഉം 9. ഇനി 2 2 3. അപ്പോൾ എത്രയാണ്? 2 1 1ഉം 2. എത്രയാണ്? 290. അപ്പം മാവ് ആകെ ഉണ്ടായിരുന്നത് 290 ആണ്. ഇനി അടുത്തത് പ്ലാവാണ്. പ്ലാവ് എത്രയാണ്? 236ഉം അതുപോലെ തന്നെ 166ഉമാണ് ഉള്ളത്. 6 6ഉം 12, ബാക്കി 1 ഇവിടെ ഇട്ട് കൊടുക്കുക. 3ഉം 1ഉം 4, 4ഉം 6ഉം 10, ബാക്കി 1 ഉണ്ട്, അത് മേലിട്ട് കൊടുക്കുക. 2ഉം 1ഉം 3, 3ഉം 1ഉം 4. അപ്പോൾ എത്രയാണ്? 402 ആണ് ആകെ പ്ലാവ് വിട്ടിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പേരയാണ്. പേര എന്ന് പറയുന്നത് 175ഉം 246ഉം ആണ്. ഓക്കെ, 5ഉം 6ഉം എത്രയാണ്? 11 ആണ്. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക, മേലെ 1 ബാക്കി ഇട്ട് കൊടുക്കുക. 7ഉം 1ഉം 8, 8ഉം 4ഉം എത്രയാണ്? 8ഉം 4ഉം 12 ആണ്. ബാക്കി 1 വീണ്ടും ഉണ്ട്, 1 മുകളിൽ ഇട്ട് കൊടുക്കുക. 1ഉം 1ഉം 2, 2ഉം 2ഉം 4. എത്രയാണ്? 421 ആണ്. ഓക്കെ, അപ്പോൾ ആകെ ഓരോന്നും എത്രയാണ് കൊടുത്തത്, വിറ്റത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി ഒന്നാമത്തേത് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് തൈയാണ്? ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നെല്ലാണ്. ഓക്കെ, നെല്ലിയാണ് ഏറ്റവും കൂടുതലുള്ളത്. 479 ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക? നെല്ലി എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക, നെല്ലി. ഇനി ആകെ എത്ര മാവും തൈയാണ് കൊടുത്തത്? ആകെ എത്ര മാവും തൈയാണ് കൊടുത്തത്? 290 ആണ് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഏത് തൈയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പേരയും പ്ലാവും എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വിലയിരുത്തൽ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഓക്കെ, ഗണിതോത്സവ സ്റ്റാളിൽ ബിയുടെ സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലാസ്സിൽ AB ഡിവിഷനിൽ 2ലും AB, അതുപോലെ 3ൽ AB, 4ൽ AB ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ക്ലാസ്സിൽ നിന്നും ശേഖരിച്ച ആകെ മഞ്ചാടി കുരുക്കളാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൂട്ടി നോക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. ഓക്കെ, 5 5 10, 0 കൊടുത്തു, ബാക്കി ഒന്നാണുള്ളത്. 7 1 8, 8 2 10 അല്ലേ, ബാക്കി ഒന്നുണ്ട്, മേലിട്ട് കൊടുക്കുക. 2 1 3, 3 3 6, എത്രയാണുള്ളത്? 600 ആണ്. അപ്പോൾ ഇവിടെ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് കിട്ടി, എത്രയാണെന്ന് കിട്ടി? 600. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക, 600 ആണ്. ഇനി രണ്ടാം ക്ലാസ്സിൽ നോക്കൂ. രണ്ടാം ക്ലാസ്സിലെ 300ഉം 225ഉം ആണല്ലേ. അപ്പോൾ ഇവിടെ 5 വരും, അടുത്തത് 2 വരും, 3ഉം 2ഉം 5 വരും. ഓക്കെ, അപ്പോൾ എത്രയാണ്? 525. അപ്പോൾ രണ്ടാം ക്ലാസ് എന്നുള്ളിടത്ത് 525 എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാം ക്ലാസ്സിലെയാണ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടി നോക്കാം. 5 5 10, ബാക്കി ഒന്നുണ്ട്. 7 1 8, 8 1 9, 3 2 5, എത്രയാണ്? 500 ആണ് അല്ലേ. സോറി, 590 ആണ്. എത്രയാണ്? 590. അപ്പം മൂന്നാം ക്ലാസ് എന്നുള്ളിടത്ത് നമ്മൾ 590 എന്ന് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് 4ാം ക്ലാസ് ആണ്. 4ാം ക്ലാസ്സിൽ നമുക്ക് നോക്കാം. 5 വരും, 4ഉം 5ഉം 9 വരും, അതുപോലെ തന്നെ 3ഉം 2ഉം 5 വരും. എത്രയാണ്? 595. 4ാം ക്ലാസ്സിലും വരും. ഏത് ക്ലാസ്സിൽ നിന്നാണ് കൂടുതൽ മഞ്ചാടി കിട്ടിയത്? ഇതിൽ ഏതാണ് കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ മഞ്ചാടി കിട്ടിയിട്ടുള്ളത്? 1ാം ക്ലാസ്സിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ക്ലാസ് 1 എത്രയാണ്? 600. ഇനി അടുത്തത് മഞ്ചാടികളുടെ എണ്ണം ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്. ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 2ാം ക്ലാസ്സിലെ 525 ആണ്. അതിനേക്കാൾ വലുതെന്ന് പറയുന്നത് 3ാം ക്ലാസ്സിലെ 590 ആണ്. അതിനേക്കാൾ വലുത് 4ാം ക്ലാസ്സിലെ 595. ഏറ്റവും വലുത് 1ാം ക്ലാസ്സിലെ 600. ഇനി 1120 കിട്ടാൻ ഏത് 2 ക്ലാസ്സിലെ മഞ്ചാടികളുടെ എണ്ണം കൂട്ടണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? നമുക്കൊന്ന് കൂട്ടി നോക്കാം. 600ൻ്റെ കൂടെ നമ്മൾ 590 കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ 9 വരും, 6ഉം 5ഉം എത്രയാണ്? 11. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. ഇനി എന്ത് ചെയ്യണം? 600ൻ്റെ കൂടെ നമുക്ക് 525 കൂട്ടി നോക്കാം. 5 2 11. അപ്പോൾ അതും കറക്റ്റ് അല്ല. ഇനി നമുക്ക് എന്ത് കൂട്ടാം? 600ൻ്റെ കൂടെ നമുക്ക് 590 കൂട്ടി നോക്കാം. ഓക്കെ, 9 11. അപ്പോൾ ഇതും ശരിയല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തതായിട്ട് നമുക്ക് 500ൻ്റെ കൂടെ 95 കൂട്ടുമ്പോഴും ഇവിടെ 5 കൂടുകയുള്ളൂ അല്ലേ. അപ്പോൾ അതും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏത് തമ്മിൽ കൂട്ടി നോക്കണം കൂട്ടുകാരെ? നമുക്ക് 525ഉം അതുപോലെ 595ഉം കൂടെ കൂട്ടി നോക്കാം. 5 5 0, 9 10 11. എത്രയാ? ബാക്കി 1 ഇവിടെ വരും. 5 5 10, 10 1 11. ഓക്കെ, അപ്പോൾ എത്രയായി? 11,020 ആയി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 525ഉം 590ഉം കൂടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലോ. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 525 + 595 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 2 ക്ലാസ്സിലെയും കൂടി മഞ്ചാടികളുടെ എണ്ണത്തോട് 5 കൂട്ടിയാൽ 1200 കിട്ടും. ഏതൊക്കെയാണ് ആ ക്ലാസ്സുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ക്ലാസ്സുകളാണ്? ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് 600ഉം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 595ഉം കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? എത്ര കിട്ടുന്നത്? 5 9 1195 എന്ന് കിട്ടുന്നത് അല്ലേ. അതിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് 1200 എന്ന് കിട്ടും. ഇത് രണ്ടും ഉള്ളത് ഏത് ക്ലാസ്സിലാണ്? ഏതൊക്കെ ക്ലാസ്സിലാണ്?
ഒന്നാം ക്ലാസ്സും അതുപോലെ തന്നെ 4ാം ക്ലാസ്സും, 1ാം ക്ലാസ്സും 4ാം ക്ലാസ്സും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത്, ഓരോ ക്ലാസ്സിലെയും നിന്നും ശേഖരിച്ച മഞ്ചാടികളുടെ എണ്ണം 1000 ആകണമെങ്കിൽ ഇനി എത്ര കൂടി കൂട്ടേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ശേഖരിച്ചത് എത്രയാണ്? 600 ശേഖരിച്ചിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ ശേഖരിച്ചത് 590 3ാം ക്ലാസ്സിൽ ശേഖരിച്ചത് 595 4ാം ക്ലാസ്സിൽ ശേഖരിച്ചത് എത്രയാണ്? ഒന്നുകൂടെ പറയാം. 1ാം ക്ലാസ്സിൽ 600 ആയിരുന്നു, 2ാം ക്ലാസ്സിൽ 525, 3ാം ക്ലാസ്സിൽ 590, 4ാം ക്ലാസ്സിൽ 595. അപ്പോൾ നമുക്ക് 1000 തികക്കാൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 1000-ൽ നിന്നും 600 കുറക്കുക. എത്രയാണ് ഉത്തരം? 400 ഉത്തരം കിട്ടും. ഇനി അടുത്തത്, 1000-ൽ നിന്നും 525 കുറക്കുക. അപ്പോൾ നമുക്ക് 475 എന്ന് ഉത്തരം കിട്ടും. അടുത്തത്, 1000-ൽ നിന്നും നമ്മൾ 590 കുറക്കുക. അപ്പോൾ നമുക്ക് 410 എന്ന് ഉത്തരം കിട്ടും. അതുപോലെ 1000-ൽ നിന്നും എത്ര കുറക്കണം? 595 കുറക്കുക. അപ്പോൾ നമുക്ക് 405 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. ഇനി അടുത്തത്, പാറ്റേൺ തുടരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 140, 260, 380 എന്ന ഒരു പാറ്റേൺ ആണ് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഓക്കെ. അപ്പോൾ 260 - 140 ചെയ്യുമ്പോൾ 120 എന്ന് ഉത്തരം കിട്ടും. അത് നമ്മൾ 380-ന്റെ കൂടെ 120 കൂട്ടുകയാണ് വേണ്ടത്. എത്രയാണ്? 380-ന്റെ കൂടെ 120 കൂടെ കൂട്ടുമ്പോൾ എത്ര ഉത്തരം കിട്ടും? 4, 5. എത്രയാണ്? നമുക്ക് ഉത്തരം കിട്ടുന്നത് 500 എന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ 120 കൂട്ടുമ്പോൾ 620 കിട്ടും. പിന്നെ 120 കൂട്ടുമ്പോൾ 740 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് 25, 225, 425. ഇവിടെ 200 വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. 200 വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 425-ന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 425-ന്റെ കൂടെ 200 കൂട്ടണം. എത്ര കിട്ടും? എത്രയാണ്? 625 എന്ന് കിട്ടും. അപ്പോൾ 625, അത് കഴിഞ്ഞാൽ 825, അത് കഴിഞ്ഞാൽ 1025 എന്നിങ്ങനെ വരും. ഇനി 600, 610, 630, 660. ഇവിടെ എന്താണ്? ഇവിടെ 10, 20, 30 എന്നിങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 660-ന്റെ കൂടെ എത്ര കൂട്ടണം? നമ്മൾ 40 കൂട്ടണം. അപ്പോൾ 700 ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 കൂട്ടണം. അപ്പോൾ 750 ആകും. ഇനി 200, 310, 430 അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 110, 120 എന്നിങ്ങനെയാണ് വ്യത്യാസം. ഓക്കെ. 110, 120 എങ്ങനെയാണ് വ്യത്യാസം? അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 130 വ്യത്യാസത്തിലായിരിക്കണം. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് 430 കഴിഞ്ഞാൽ 560 വരും. അത് കഴിഞ്ഞാൽ 700 വരും. അത് കഴിഞ്ഞാൽ 850 വരും. ഇനി അടുത്തത് 0, 115, 230, 345. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 115 വ്യത്യാസം വരുന്നത്. അപ്പോൾ 345-ന്റെ കൂടെ നമ്മൾ 115 കൂട്ടുമ്പോൾ 460 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ 575 എന്ന് കിട്ടും. ഇനി ഇവയിൽ 200 വീതം കൂടുന്ന പാറ്റേൺ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് 200 വീതം കൂടുന്നത്? 200 വീതം കൂടുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തതായിട്ട്, മുത്തണി സ്റ്റോറിൽ ഒന്നാം ദിവസം 847 രൂപ കിട്ടി. 2ാം ദിവസം അവർക്ക് 500-ന്റെയും 100-ന്റെയും ഓരോ നോട്ടുകളും 50-ന്റെ 5 നോട്ടുകളും 2 രൂപയുടെ 2 നാണയങ്ങളുമാണ് കിട്ടിയത്. ഏത് ദിവസമാണ് കൂടുതൽ കിട്ടിയത്? എൻ്റെ ഊഹം. അപ്പോൾ നിങ്ങളുടെ ഊഹം നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. ഇനി ഇവിടെ എന്താണ് ക്രിയ എന്ന് പറയുന്നത്? അവിടെ 500-ന്റെ കിട്ടി അല്ലേ. അപ്പോൾ 500-ന്റെ കിട്ടി, 100-ന്റെ ഒരു നോട്ട് കിട്ടി, അതുപോലെ 50-ന്റെ 5 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 50-ന്റെ 5 നോട്ട് എന്ന് പറയുമ്പോൾ 250 രൂപയായി. അതുപോലെ തന്നെ 2 രൂപയുടെ 2 നാണയങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ. പിന്നെ കിട്ടിയിട്ടുള്ളത് എന്താണ്? 50-ന്റെ 2 നോട്ട് കഴിഞ്ഞാൽ 2 രൂപയുടെ 2 നാണയങ്ങൾ അല്ലേ. അപ്പോൾ 2 രൂപയുടെ 2 നാണയം എന്ന് പറയുമ്പോൾ 4. അപ്പോൾ ആകെ എത്രയായി കൂട്ടുകാരെ? 500-ഉം 100-ഉം 600, 600-ഉം 700, 800, 850, 854 രൂപ കിട്ടി.
ഇനി ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം 844 എന്നിവിടെ എഴുതി കൊടുക്കുക. 2 ദിവസം കൂടി ആകെ എത്ര രൂപ കിട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 847 രൂപയാണ് അല്ലേ. അപ്പോൾ 847ൻ്റെ കൂടെ നമ്മൾ 854 കൂട്ടി നോക്കണം. 7 4 എത്രയാണ്? 11. ബാക്കി 1 മേലിടുക. 4 1 5, 5 5 10, പിന്നെയും 1 ബാക്കി. 8 8 16, 16 1 17. അപ്പോൾ 1701 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്? 847 പ്ലസ് 854 എന്ന് പറയുന്നത് 1071 രൂപയാണ്. അപ്പോൾ എൻ്റെ ഊഹം എന്നുള്ളിടത്ത് നിങ്ങളുടെ ഒരു ഊഹം നിങ്ങളവിടെ എഴുതി ചേർക്കുക. ഇനി അടുത്തതായിട്ട് ചുവടെ നൽകിയ ക്രിയകളിൽ ഏതിൻ്റെ ഉത്തരമാണ് 846 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നോരോന്ന് ചെയ്ത് നോക്കണം. ഇവിടെ 6 ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 6 ആണല്ലേ. അപ്പോൾ ഇതിനൊരു ചാൻസ് ഉണ്ട്. 7ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9ഉം 10 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതും വരാൻ ചാൻസ് ഉണ്ട്, ഇതും വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഇതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് കൂട്ടി നോക്കണം. ആദ്യം നമ്മൾ 524 നോക്കാം. 524 പ്ലസ് 312 എന്ന് പറയുന്നത് എത്രയാണ്? 4ഉം 2ഉം 6, 2ഉം 1ഉം 3, 5ഉം 3ഉം 8. എത്രയാണ്? 836 വരുന്നത്. ഇനി അടുത്തത് 227ഉം 519ഉം കൂടെ നോക്കാം. 7ഉം 9ഉം എത്രയാണ്? 16. ബാക്കി 1 ഉണ്ട്. 2ഉം 1ഉം 3, 3ഉം 1ഉം 4. ഇനി അടുത്തത് 5ഉം 2ഉം എത്രയാണ്? 7 വരുന്നത്. ഇനി അടുത്തത് 546ഉം 400ഉം കൂടെ നോക്കാം. 6 4 9, 946 വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എത്രയാണ്? 329 പ്ലസ് 517 16 വരും. ബാക്കി 1 2ഉം 1ഉം 3 3ഉം എത്രയാണ്? 4. ഇനി 5 3ഉം 8. അപ്പോൾ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി എന്ന് എഴുതി കൊടുക്കാം. ഇനി മനക്കണക്കായി ഉത്തരം എഴുതൂ, കണക്കാക്കിയ രീതി പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 550ഉം 450ഉം കൂടെ എത്രയാണ്? 500ഉം 400ഉം കൂടെ 900 വരും. 50ഉം 50ഉം കൂടെ 100 വരും. അപ്പോൾ 900 പ്ലസ് 100 എന്ന് പറയുന്നത് 1000 ആയിട്ട് ഉത്തരമായിട്ട് വരും. ഇനി 730ഉം 520ഉം ആണ്. ആദ്യം നമുക്ക് 100കൾ നോക്കാം. 700ഉം 500ഉം കൂടെ എത്രയാണ്? 1200 വരും. 1100 വരും. 1100ൻ്റെ കൂടെ 30ഉം 20ഉം 50. അപ്പോൾ 1150 ഉത്തരമായിട്ട് വരും. ഓക്കെ, 1250. ഓക്കെ, ഇനി അടുത്തത് ഈ നോക്കൂ. 436ഉം 324ഉമാണ്. അവിടെ 400ഉം 300ഉം 700 ആയി. 700ൻ്റെ കൂടെ 30ഉം 20ഉം എത്രയാണ്? 50 ആയി. അപ്പോൾ 700ഉം 750, 6ഉം 4ഉം 10. അപ്പോൾ 750 എന്നുള്ളത് എന്തായി മാറും? 760 എന്നായിട്ട് മാറും. ഇനി 675ഉം 425 ആണ്. 600ഉം 400ഉം 1000 ആയി. 75ഉം 25ഉം 100 ആയി. അപ്പോൾ എത്രയായി? 1100 ആയി. ഓക്കെ, 1100 ആയി. ഇനി 890 460 ആണ്. 800ഉം 400ഉം എത്രയായി? 1200 ആയി അല്ലേ. 1200 ആയി. 900ഉം 60ഉം കൂടെ 150 ആയി. 150 ആയി. അപ്പോൾ 1350 ആയി. ഇനി അടുത്തത് 253ഉം 147ഉമാണ്. 200 100ഉം 300 ആയി. പിന്നെ 253 50 കൂട്ടുക. അപ്പോൾ എത്രയായി? 350 ആയി. 350ൻ്റെ കൂടെ 40ഉം കൂടെ കൂട്ടുമ്പോൾ 390 ആയി. പിന്നെ 7ഉം 3ഉം 10 ആയി. അപ്പോൾ 400 ആയി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം 100കളെ കൂട്ടുക, പിന്നെ 10കളെ കൂട്ടുക, പിന്നെ 1കളെ കൂട്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 5ാമത്തെ പാഠഭാഗമാണ്, അളന്നു കുറിക്കാം എന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കമൻറ്റ് ഓഫ് ആണെങ്കിൽ ഏതെങ്കിലും ഹൈ ക്ലാസ് അഥവാ 5th 6th എടുത്തിട്ട് അതിലെ ഏതെങ്കിലും വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.